ഈ യാത്ര നരകത്തിലേക്കുള്ള യാത്രയാണ് എന്റെ പ്രിയപ്പെട്ട അനുജ എന്ന് അശ്ലീലങ്ങളും ആഭാസങ്ങളും കണ്ടുകൊണ്ടാണ് നമ്മുടെ പുതിയ തലമുറയുടെ മക്കൾ വളർന്നു വലുതായി വരുന്നത്. നിങ്ങൾ കണ്ടില്ലേ, അബ്ദുല്ലാഹി ഇബ്നു മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു സംഭവം ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. അതാ ഹജ്ജിന് പോയി അബ്ദുല്ലാഹി ഇബ്നു മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു എന്ന ശ്രേഷ്ഠനായ മനുഷ്യൻ ഹജ്ജിന്റെ വേളയിലാണ്. ഹജ്ജിന്റെ വേളയിൽ ഹജ്ജിന് പോയ അബ്ദുല്ലാഹി ഇബ്നു മുഅദ്ദിൻ അഹ്മദ് അൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു പോകുമ്പോൾ കഅബാലയത്തിന്റെ ഭാഗത്ത് നിന്നൊരു മനുഷ്യൻ ദുആരക്കുകയാണ്. അല്ലാഹുമ്മ ഖ്രിജ്നി മിനദ് ദുനിയാ മുസ്ലിമാ, അല്ലാഹുമ്മ ഖ്രിജ്നി മിനദ് ദുനിയാ മുസ്ലിമാ. അബ്ദുല്ലാഹി ഇബ്നു അഹ്മദ് അൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു നോക്കുമ്പോൾ ഈ മനുഷ്യൻ അങ്ങനെ തന്നെ ദുആരന്നുകൊണ്ടേയിരിക്കുന്നു. എപ്പോഴും അയാൾ ദുആരക്കുന്നു, പടച്ചോനെ എന്നെ ഈ ദുനിയാവിൽ നിന്ന് യാത്രയാക്കുമ്പോൾ മുസ്ലിമായിട്ട് മരിപ്പിക്കണേ അല്ലാഹ്. ഇങ്ങനെ ദുആരക്കുന്നത് കണ്ടപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അഹ്മദ് അൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, സഹോദരാ വമാ ഖിസ്സതുക, എന്തു പറ്റി നിനക്ക്, നീ എന്താണ് ഇങ്ങനെ? അല്ലാഹുമ്മ ഖ്രിജ്നി മിനദ് ദുനിയാ മുസ്ലിമാ എന്ന് മാത്രം പറഞ്ഞിങ്ങനെ ദുആരക്കുന്നത്, ലാ യസീദു അലാ ദാലിക ശൈഅൻ, അതല്ലാതെ മറ്റൊന്നും അയാൾ പറയുന്നില്ലല്ലോ. എന്തിനാടാ ഇത് മാത്രം ഇങ്ങനെ ദുആരക്കുന്നത് മോനെ? ആ സമയത്ത് ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, ലൗ അലിംത ഖിസ്സതി, എന്റെ കാര്യം അറിയുമോ തങ്ങളെ, എന്റെ കഥ നിങ്ങൾക്കറിയുമോ തങ്ങളെ? കാനലി അഖവാനി വകാനൽ അക്ബറു മിൻഹുമാ മുഅദ്ദിനൻ അല്ലന 40 സന, അല്ലന 40 സനതൻ ഇഹ്തിസാബാ. സഹോദരന്മാരുണ്ടായിരുന്നു. അതിൽ ഒരാൾ 40 വർഷക്കാലം ഒരു പ്രതിഫലവും വാങ്ങാതെ പള്ളിയിൽ മുഅദ്ദിനായി സേവനമനുഷ്ഠിച്ചയാളാണ്. ഫലമ്മാ ഹദറൽ മൗതു, അയാൾ മരിക്കാനടുത്തപ്പോൾ ദഅ ബിൽ മുസ്ഹഫി ഫളനന്നാ അന്നഹു യതബറകു ബിഹി വയഖറഉ മിൻഹു ശൈആ. വിശുദ്ധമായ ഖുർആൻ ഒന്ന് കൊണ്ടുവരുമോ? മരണാസന്നനായി കിടക്കുന്ന 40 വർഷമായി പള്ളിയിൽ പ്രതിഫലം വാങ്ങാതെ ബാങ്ക് വിളിച്ചിരുന്ന സ്വാലിഹായ മനുഷ്യൻ ആവശ്യപ്പെടുകയാണ്, എനിക്ക് ഖുർആനൊന്ന് കൊണ്ടുതരുമോ? അങ്ങനെ ഞങ്ങൾ ഖുർആൻ കൊണ്ടുകൊടുത്തു. പക്ഷേ ഞങ്ങൾ ഭാവിച്ചു അത് ഓതാനായിരിക്കും, അതല്ലെങ്കിൽ വിശുദ്ധമായ ഖുർആൻ നെഞ്ചോട് ചേർത്ത് വെച്ച് മരിക്കുന്ന സമയത്ത് ബറക്കത്തെടുക്കാനായിരിക്കും. ഫളനന്നാ അന്നഹു യതബറകു ബിഹി വയഖറഉ മിൻഹു ശൈആ. പക്ഷേ ഫഅഖദഹു ബിയദിഹി ഫഅശ്ഹദ അലാ നഫ്സിഹി മൻ ഹദറ. ആ വിശുദ്ധ ഖുർആൻ ഇങ്ങനെ പിടിച്ചിട്ട് അവിടെ ഒരുമിച്ച് കൂടിയ ആളുകളെ സാക്ഷിയാക്കിയിട്ട്, അവിടെ ഒരുമിച്ച് കൂടിയ ഞങ്ങളെ സാക്ഷിയാക്കിയിട്ട് ഈ മനുഷ്യൻ അയാളുടെ ശരീരത്തിനെതിരായി പ്രതിജ്ഞയെടുക്കുകയാണ്. ഈ മനുഷ്യൻ അയാളുടെ ശരീരത്തിനെതിരായി പ്രതിജ്ഞയെടുക്കുകയാണ്. അന്നഹു ബരീഉം മിമ്മാ ഫീ, അന്നഹു ബരീഉം മിമ്മാ ഫീ. ഈ ഖുർആനിൽ നിന്ന് ഞാൻ ഒഴിവാണ്, ഈ ഖുർആനിൽ നിന്ന് ഞാൻ രാജിയാണ്, ഈ ഖുർആനിൽ ഞാൻ നിഷേധിക്കുകയാണ്.
ثم تحول إلى دين النصرانية ക്രിസ്ത്യാനിയായിട്ട് അയാളങ്ങ് പിഴച്ച് മരണപ്പെട്ടു പോകുകയാണ്. 40 വർഷക്കാലം പ്രതിഫലം പറ്റാതെ അള്ളാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിച്ച സ്വാലിഹായ മനുഷ്യൻ അയാളുടെ അവസാനത്തെ ടൈമിൽ വിശുദ്ധ ഖുർആൻ എടുത്തുകൊണ്ടുവന്ന് അയാളുടെ നഫ്സിനെതിരെ സാക്ഷി പറഞ്ഞിട്ട് അയാളങ്ങ് ലോകത്തോട് നസ്രാനിയായി ക്രിസ്ത്യാനിയായി അങ്ങ് മരണപ്പെട്ടു പോകുകയാണ്. ഫലമ്മാ ദുഫിന അയാളെ അങ്ങ് മറമാടിയപ്പോൾ അല്ലനൽ ആഖറു 30 സന. എന്റെ രണ്ടാമത്തെ ജ്യേഷ്ഠൻ അയാള് മുഅദ്ദിനായി സേവനമനുഷ്ഠിക്കാൻ തുടങ്ങി. ഒരു 30 വർഷക്കാലം അയാൾ ആ സേവനം പൈസ ഇടപാടില്ലാതെ, ശമ്പളം പറ്റാതെ, സാലറി മേടിക്കാതെ അയാളങ്ങ് സേവനമനുഷ്ഠിക്കാൻ തുടങ്ങി. ഫലമ്മാ ഹളറൽ മൗതു മരണമങ്ങ് സംജാതമായപ്പോൾ, മരണം ആഗതമായപ്പോൾ ഫഅല കമാ ഫഅല എന്റെ മൂത്ത ജേട്ടൻ ചെയ്തതുപോലെ വിശുദ്ധ ഖുർആൻ ഇങ്ങ് കൊണ്ടുവന്നേ. ഈ ഖുർആനിൽ നിന്ന് ഞാൻ രാജിയാണ്, ഈ ഖുർആൻ ഞാൻ നിഷേധിക്കുകയാണ്, ഈ ഖുർആനിന്റെ ആശയങ്ങളോട് എനിക്ക് ബന്ധമില്ല. ഞാനൊരു നസ്രാനിയാണ്, ഞാനൊരു ക്രിസ്ത്യാനിയാണ്. 30 വർഷക്കാലം നിസ്കാരത്തിന് ബാങ്ക് വിളിച്ചിരുന്ന, അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് ജനങ്ങളെ നിസ്കാരത്തിന് വിളിച്ചിരുന്ന മനുഷ്യനുണ്ടല്ലോ, അയാളങ്ങ് ക്രിസ്ത്യാനിയായി ചത്തുപോകുകയാണ്. ഫമാത അലാ ദീനിൻ നസ്റാനിയ ഇന്നി യഖാഫു അലാ നഫ്സി അൻ നസീറ മിസ്ലഹുമാ. തങ്ങളെ അബ്ദുല്ലാഹി ഇബ്നു അഹ്മദ് അൽ മുഅദ്ദിൻ തങ്ങളെ, എനിക്ക് പേടിയാകുന്നു, ഞാനെങ്ങാനും കാഫിറായി ചത്തുപോകുമോ, ഞാനെങ്ങാനും ക്രിസ്ത്യാനിയായി മരണപ്പെട്ടു പോകുമോ എന്ന് ഞാനങ്ങ് ഭയപ്പെടുന്നു തങ്ങളെ. ഫഉഅവ്വിദുല്ലാഹ തആല അൻ യഹ്ഫള അലാ ദീനി. പടച്ചോനെ, എന്നെ മുസ്ലിമാക്കിയല്ലാതെ മരിപ്പിക്കല്ല അല്ലാഹ് എന്ന് ഞാൻ എന്റെ റബ്ബിനോട് തേടുന്നു. അല്ലാഹുമ്മ അഖ്രിജ്നി മിനദ് ദുനിയാ മുസ്ലിമാ എന്ന് ഞാനങ്ങ് തേടുന്നു തങ്ങളെ. അബ്ദുല്ലാഹി ഇബ്നു അഹ്മദ് അൽ മുഅദ്ദിൻ തങ്ങൾ ചോദിക്കുകയാണ്, സഹോദരാ, നിന്റെ ജ്യേഷ്ഠന്മാര് ചെയ്യുന്ന തെറ്റെന്തായിരുന്നോ? നിന്റെ ജ്യേഷ്ഠന്മാര് ചെയ്തു വന്ന, അനുവർത്തിച്ചു വന്ന കുറ്റമെന്തായിരുന്നോ? മാകാന ദംബുഹുമാ, അവരുടെ പാപങ്ങൾ എന്തായിരുന്നു സഹോദരാ? കാനായ തതബ്ബാനി ഔറാത്തിൻ നിസാ, കാനായ തതബ്ബാനി ഔറാത്തിൻ നിസാ. കണ്ടാസ്വദിച്ചുകൊണ്ട്, നീലചിത്രങ്ങൾ കണ്ടാസ്വദിച്ചുകൊണ്ട്, അശ്ലീലങ്ങൾ കണ്ടാസ്വദിച്ചുകൊണ്ട്, പാതിരാത്രികളിൽ തളർന്നുറങ്ങുന്ന യുവതികളെ, അത് നരകത്തിലേക്കുള്ള സഞ്ചാരമാണ്, അത് നരകത്തിലേക്കുള്ള സഞ്ചാരമാണ്. ഈ സഹോദരൻ പറയുന്നത് കണ്ടോ, എന്റെ എന്താണല്ലേ? സ്ത്രീകളുടെ, അന്യ സ്ത്രീകളുടെ ഔറത്തുകൾ നോക്കി ആസ്വദിക്കുന്ന പതിയോർക്കുണ്ടായിരുന്നു. കുളിക്കടവുകളിൽ ഒളിച്ചും പാത്തും അവർ പോകുമായിരുന്നു. അത് പഴയ കാലമാണെങ്കിൽ പ്രൈവസിയുള്ള പ്രൈവറ്റായ റൂമിന്റെ അകത്തളത്തിൽ ആരോ
ആരോരും കാണാതെ മൊബൈൽ ഫോൺ എടുത്ത് വെച്ച് അശ്ലീലം കണ്ട് ആസ്വദിക്കുന്ന 21 വയസ്സുകാരനായ പൊന്നുമോനെ, മുസ്ലിമായി മരിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? മുസ്ലിമായി മരിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ടോ? അല്ലാഹു വിടില്ല. കൃത്യമായി നിസ്കാരം നടത്തിയെന്ന് പറഞ്ഞിട്ടോ ആളുകളെ പറ്റിക്കാൻ എളുപ്പമാണ്. അല്ലാഹുവിനെ കബളിപ്പിക്കാൻ പറ്റുമോ? പടച്ച റബ്ബിനെ കബളിപ്പിക്കാൻ കഴിയുമോ? അല്ലാഹു നമ്മളെ സലാമത്ത് നൽകുമാറാകട്ടെ.